ചേട്ടത്തി അനങ്ങുന്നില്ല. ഗ്യാസ് കയറിയതാന്നാ പറയുന്നത്. എന്നാ പ്രശ്നം? ചേട്ടത്തി ഓ, മനുഷ്യന്റെ ഉറക്കകളയാൻ ഓരോ മാരണങ്ങള്. ഇവിടെ വന്ന പിന്നെ ഇരിപ്പ് തന്നെ ആയിരുന്നില്ലേ? പോരാത്തിന് നേരത്തെ പൊട്ടുകടലേം കയറ്റി അപ്പൊ തുടങ്ങിയത്. ഒരു കാര്യം ചെയ്യ്, കുറച്ച് ജീരകവെള്ളം എടുത്തു. ഞാൻ പോയി എടുത്തിട്ട് വരാം. എടാ, ഈ വയ്യാവേലിയും കൊണ്ടാണ് നീ അവളുടെ പേരടിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച കഴിച്ച പിന്നീട് ഞാൻ ഇങ്ങനെയായത്. അതെ, വാരി വലിച്ചു കയറ്റി ഓർക്കണായിരുന്നു. ആ പെങ്കുച്ചിൽ ഉണ്ടാക്കി വെച്ച മരുന്നിന്റെ പകുതിയും ഈ പെമ്പറത്തോത്തിയാ തിന്ന് തീർത്തത്. ഒരു ശകലം ഏത് മരുന്ന്? കരുണീ പുഷ്ടി. എന്താടാ പ്രശ്നം? ഒന്നുമില്ല, കുറച്ച് ഗ്യാസ് പ്രശ്നം. ആശുപത്രി കൊണ്ടുപോകണം. സമയമില്ല. കളിയാ നീ ദേവൻ ചേട്ടാ, സജിയാണ്. ഒന്നുമില്ല. ഒന്നും പേടിക്കണ്ടതേ, പേടിക്കണ്ട. ഒന്നുമില്ല. കിടത്തേ പിടിക്കണ്ട്. തള്ളി. ഒരു കുഴപ്പമില്ല. ചൂടുവെള്ളം എടുത്തോണ്ട് വാ. ചെല്ല്. പേടിക്കണ്ട. വേണ്ട, നീ ഇവിടേക്ക് ഞാൻ പോയിട്ട് വരാം. പേടിക്കാതിരിക്കുന്നേ. എടാ, നീ വേഗം പോയി കൊച്ചുമോളെ വിളിച്ചോണ്ട് വാ. ആ കൊച്ചിന്റെ അടുത്ത് തള്ള മാത്രമേ ഉള്ളൂ. വേഗം വാ, താമസിക്കല്ലേ, ഓടി വാ. പേടിക്കാതിരിക്കും. ഞങ്ങളെല്ലാരും ഉണ്ട്. ഞാനുണ്ട്, ചേർത്തിയുണ്ട്, എല്ലാരും ഉണ്ട്. ചേർത്തി പെണ്ണിപ്പം വെറും ആ തുണിയൊക്കെ കരുത്തുണ്ടാ. ശാലി, ധൈര്യമായിട്ടിരിക്കേ. തുണി എടുത്തോണ്ട് വരാം. ശാലി പോരാ. പേടിക്കണ്ട. വേദന വരുമ്പോഴേ നല്ല ശക്തിയായിട്ട് അങ്ങോട്ട് മുക്ക്. എന്റെ കാവിലമ്മേ, എന്റെ കുഞ്ഞുങ്ങളെ ജീവനോട് തന്ന ഞാനൊരു മുഴുക്കാപ്പ് ചാർത്തിയേക്കാമേ. ആദ്യം തള്ളിക്കട്ട കൊടുക്കേണ്ടത്. ഇതൊന്ന് കഴിയട്ടെ. കൊച്ചുമോളെ, നീ ആ വെള്ളം ഒന്ന് തിളപ്പിച്ചേക്ക്. ഞാൻ എന്റെ കൊച്ചിന്റെ അടുത്തേക്ക് ഒന്ന് പോട്ടെ. പൊക്കോ, ഞാൻ നോക്കിക്കോളാം. പേടിക്കാൻ ശ്രമിക്കും. മുക്കടി വേണ്ട. ഈ നേരത്തെ ബോധം കിടന്നത്. ബോധമില്ലാത്തവരെ ഒരു നൊപ്പിച്ചു വെച്ചിട്ട് മോളെ നീ കരയല്ലേ. മതി. ഒന്ന് പെട്ടെന്ന് തുറക്കണോ? എന്റെ ഭഗവാൻ, എന്റെ മോള് വേഗം വാ ചേട്ടാ. സമാധാനിക്ക് ജാനകി. പെട്ടെന്ന് പാടോ. എന്റെ കൊച്ചിനെ കൊടുക്കരുത്. ഞാൻ 1000 തവണ പറഞ്ഞത്. അവന് ഇത്രയും ഭ്രാന്ത് ഉണ്ടാവും ഞാൻ കരുതിയില്ല. എന്റെ ജാനകി ആടി ഓടി പാടോ. ശ്രമിച്ചു നോക്ക് ശാലിനി. ഒന്നുമില്ല. പേടിക്കണ്ട ശാലിനി. ശാലിനി, ഒരു കുഴപ്പമില്ല. നീ അകത്തോട്ട് ചെല്ല്. ഇനിയിപ്പോ നിങ്ങൾ പൊക്ക. നാളെ കാണാം. ശരി എന്നാ.
അപ്പൂപ്പോ അപ്പോ. ഊരാടൻ നക്ഷത്രക്കാരി. ഹാപ്പി ബർത്ത്ഡേ മോളെ. എന്നാ വിളിച്ചേട്ടും? ഓ എങ്ങനെയാണ് കച്ചവടമൊക്കെ? ഓ വലിയ തിരക്കേടില്ല, പോന്നു. ആ സോമ, ഓ സ്ഥലം മാറ്റത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എന്നായി? സ്ഥലം മാറി പോകാനാണെങ്കിൽ എന്നേ പോവായിരുന്നു. നമുക്കിവിടെ നിന്നല്ലേ പറ്റൂ. എന്നിട്ട് എന്നായി കാര്യം? സർക്കാർ കാര്യമല്ലോ, എപ്പോഴാ എന്നതാന്ന് ആർക്കറിയാം. സോമചേട്ടോയ്, ആ എന്നാ ഉണ്ട്? ഇതാടെ പിടിച്ചില്ലേ? ഇതിപ്പോ നിങ്ങൾ സ്ഥിരമാക്കിയ ഓ സോമനാമ്പുലിസം. പോടാ. മോളെ ഏത് സിനിമാ നടിയുടെ പടമാണ് വരയ്ക്കുന്നേ? ഞാൻ അമ്മൂമ്മയാ വരയ്ക്കുന്നേ. ആണോ? നോക്കട്ടെ. കണ്ടോ, കുറച്ചുകൂടെ ശരിയാവാനുണ്ട് ഈ തള്ളവരലൊക്കെ. അമ്മൂമ്മേ, ഇത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമല്ലേ? അപ്പൊ നമ്മൾ അതിനെ തള്ളവിരൽ എന്നൊക്കെ വിളിക്കാവോ? അമ്മ വിരൽ എന്ന് വേണം പറയാൻ. ഇപ്പൊ രണ്ടെണ്ണത്തിനെ സഹിക്കണമല്ലോ എന്റെ ഈശ്വരാ. കൊച്ചിനെ സ്കൂളിലും വിടത്തില്ല, വീട്ടിലിരുത്തി ഇങ്ങനെ പഠിപ്പിച്ചോണ്ടിരുന്നു. പ്രസിഡന്റ് എന്തോ തെറ്റിദ്ധരിച്ചതാ. എന്റെ അറിവ് ഇവിടുന്ന് അങ്ങനെ ഒരു പരാതി പോയിട്ടില്ലെന്നേ. ഒന്ന് പോയെന്നെ സൺ, തനിക്കൊക്കെ എന്തറിയാം? ഇവിടെ ചിലരൊക്കെ ഫേമസ് ആവാൻ വേണ്ടി ഓരോന്ന് കാണിക്കുന്നത്. എന്താ സാറേ പ്രശ്നം? കുന്തം. എടോ ഓഫീസറെ, താനേ എനിക്കെതിരെ ഹരിത സംഘം വഴി അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. എടോ, എന്റെ പെസ്റ്റിസൈഡ് ഫാക്ടറിന്ന് തോട്ടിലോട്ട് വേസ്റ്റ് തള്ളുന്നു പറഞ്ഞ് താൻ കേസ് കൊടുത്തായിട്ട് ഞാൻ അറിഞ്ഞു. പോരാത്തതിന് അനധികൃത മണൽക്കൊള്ളയും. എടോ, ഈ തോട്ടുവയിലും തോട്ടപ്പള്ളിയിലൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പുറകെ നടന്ന് മണം പിടിക്കാൻ തനിക്ക് എന്നാത്തിന്റെ കഴപ്പാടും? ഓ അതാണോ? ഒരു പരിസ്ഥിതി സംരക്ഷകൻ. എടോ, കുട്ടനാട്ടിൽ പ്രളയം വരുമ്പോ പ്രളയജലം പുറത്തോട്ട് വിടുന്നതിന് വേണ്ടി സൗകര്യം ഒരുക്കാനേ സ്പിൽവേയിലെ തടസ്സം നീക്കാനാ ഈ മണൽ വാരുന്നത്. മനസ്സിലായ? പബ്ലിസിറ്റിക്ക് വേണ്ടി പറ്റി ഷോ നടത്താനല്ല തന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാടും? കഷ്ടം. പ്രളയം വരുമ്പോഴേ അനുഭവിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട നാട്ടുകാരാ. പ്രശ്നത്തെ ഞാൻ കൊടുത്ത വെറുതെ ഒരു ഹർജിയല്ല. ഇവിടുത്തെ പുഴയുടെ ആഴവും വീതിയും കൂട്ടണമെന്നും പറഞ്ഞു നിങ്ങൾ എത്ര ലക്ഷം ക്യൂബിക്കൽ മീറ്റർ മണലാണ് എടുത്ത്? തീരത്തുനിന്ന് എത്ര കാറ്റാടി മരങ്ങൾ മുറിച്ചു? വില കണക്കുണ്ടോ? കൃത്യമായ കണക്കും രേഖയും വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. എന്നാ പ്രസിഡന്റ് കേട്ടോ, ആ കണക്കും തിരിമറിയെല്ലാം വിവരാവകാശ രേഖ വഴി എടുത്തിട്ട് തന്നെയാണ് ഞാൻ പരാതി കൊടുത്തത്. ദുരന്തം ഒഴിവാക്കാനാണെങ്കിൽ ആദ്യം നന്നാക്കേണ്ട സ്പിൽവേ അല്ലേ? നമുക്ക് 10-40 ഷട്ടർ ഉണ്ടല്ലോ, എത്ര എണ്ണം മരിയ കൊണ്ട്? തുരുമ്പിച്ച് ദ്രവിച്ച ഷട്ടറിന്റെ ഇടയിൽ കൂടി ഉപ്പുവെള്ളം ഒഴുകിയ പാടത്തേക്ക് എത്തുന്ന അവസ്ഥയാണ്. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുന്നത് പ്രസിഡന്റ് കൂടാ. മനസ്സിലാവുന്നുണ്ടല്ലോ? പ്രസിഡന്റ് രാവിലെ എന്നെ ചോദിച്ചു മേടിച്ചു. നീ ചെയ്യാനുള്ളത് ചെയ്യടാ സോമ. പക്ഷെ അധികാരം ഇവിടെ കുണ്ടി ഉറപ്പിച്ചിരിക്കാൻ നീ വിചാരിക്കണ്ട. അയ്യോ പ്രസിഡന്റ്, ഞാനത് തന്നെ വിചാരിക്കുന്നേ. ഈ ജോലിയൊന്നും ഇല്ലാതെ സ്വതന്ത്രനായിട്ട് വേണം ശരിക്കൊന്ന് പ്രതിഷേധിക്കാൻ. നീയൊക്കെ ഈ വട്ടനെ സപ്പോർട്ട് ചെയ്ത് നടന്നോ? കാണാം. ഇങ്ങനെയാണെങ്കിൽ അധികം നാള് കൃഷി ഓഫീസിൽ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വല്ല സ്ഥലം പറ്റുവാണോ മോനെ? ഏയ് അല്ല, വായിക്ക് രുചിയുള്ളത് വല്ലതും വാങ്ങിച്ചതിനാ കൊതിയായിട്ട് ചോദിച്ചതാ.
പിന്നെ മോളിന്ന് എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്നാ കാര്യം? ചേട്ടനാ പടം ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നോക്കട്ടെ. കൊള്ളാലോ. എനിക്ക് ഇതുപോലെ സ്കൂളിൽ പോണം. എനിക്ക് ഇതുപോലെ സ്കൂളിൽ പോണം. അതിനെന്താ, നമുക്ക് നല്ലൊരു ഉഗ്രൻ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പോയാലോ? എന്നായാലും അവൾ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞല്ലോ. അവള് തന്നെ ഇത് ഇങ്ങോട്ട് പറയാൻ വേണ്ടിട്ടല്ല നമ്മൾ ഇത്ര നാളെ കാത്തിരുന്നേ. അല്ലേ മോളെ? ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ഒരു കാര്യം ചെയ്യാം, മോളൊരു പ്രവേശന പരീക്ഷ എഴുതട്ടെ. ജയിച്ചാൽ അവളുടെ പാകത്തിന് പറ്റിയ ക്ലാസ്സിൽ ചേർക്കാം. എന്താ? മതി സർ. വാട്ട്സ് യുവർ നെയിം? ഐ ആം ഇന്ത്യ. ഞാൻ പറഞ്ഞില്ലേ, സമയത്ത് സ്കൂളിൽ ചേർത്തില്ലെങ്കിൽ വരുന്ന പ്രശ്നം കണ്ടല്ലോ. സ്വന്തം പേര് ചോദിച്ചാൽ രാജ്യത്തിന്റെ പേരാ പറയുക. നോ സർ, മൈ നെയിം ഇസ് ഇന്ത്യ. അത് കൊള്ളാലോ. ഇതിലും വെറൈറ്റി ഒരു പേരാ സോമചേട്ടൻ ആദ്യം ഇടാനിരുന്നേ, കൃമുഹി. കൃമുഹിയോ? ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു. പിന്നീട് ഞങ്ങൾ വിചാരിച്ചു മതമേ വേണ്ട. ഇവൻ ചെറുപ്പത്തിലെ വ്യത്യസ്തനാണല്ലോ. എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിച്ചാൽ കൊളസ്ട്രോൾ കൂടുമെന്ന് ചോദിച്ച കക്ഷിയാണ്. അപ്പോഴേ സോമ, എക്സാം ഡേറ്റ് ഞാൻ അറിയിക്കാം. ഓക്കെ. ശരി.